Hi all. So welcome back to another video of Neuroshe with Anvind. ഇന്ന് നമ്മൾ COPD ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് അഥവാ എംഫിസീമ എന്നറിയപ്പെടുന്ന രോഗത്തിന്റെ ഡയറ്റ് പാറ്റേൺ ആണ് നോക്കാൻ പോകുന്നത്. ഇതൊരു സിവിയർ സ്റ്റേജ് ഒക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ, അതായത് മാറ്റിക്കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിനുള്ള ചാൻസസ് വളരെ കുറവാണ്, ഇറിവേഴ്സിബിൾ ആണ്. ഇതിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലൊന്നും ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഇത് ഒരു ലങ് ഡിസോർഡർ ആണ്. നമ്മുടെ ലങ്സിൽ ഇൻഫ്ലമേഷൻ വരികയാണ് ചെയ്യുന്നത്. ഇത് വരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് സ്മോക്കിംഗ് ആണ്. പുകവലിക്കുന്നവരിൽ ഇത് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ 65 വയസ്സിന് മുകളിൽ ഉള്ളവർക്കാണ് ഇത് കൂടുതലായിട്ടും കാണപ്പെടാറ്. നമുക്കിത് COPD ഉള്ള പേഷ്യൻസിന്റെ ഇന്ന് കണ്ടാമിനേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അത് ഡയറക്റ്റ് കോണ്ടാക്റ്റിലെ അത് പകരുള്ളൂ. അവരുടെ ശ്വാസം നമ്മുടെ ശ്വാസത്തിൽ വീണാലോ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. നമുക്ക് ഇതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഇത് കാണിക്കുക ഇത് തുടക്കത്തിൽ എന്ന് നോക്കാം. നമുക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ്, ശ്വാസോച്ഛ്വാസത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. നമ്മുടെ പ്രഷറിൽ വേരിയേഷൻസ് കാണിക്കാൻ സാധ്യതയുണ്ട്. പൾസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് വരാം. നമുക്ക് ഭയങ്കര കഫം, സ്പ്യൂട്ടം പോസിറ്റീവ് ആവാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. കഫം കുറുകാൻ അല്ലെങ്കിൽ കഫം കെട്ടി നിൽക്കാൻ, കഫത്തിന്റെ പ്രൊഡക്ഷൻ കൂടാനൊക്കെ സാധ്യതകളുണ്ട്. പിന്നെ നമുക്കൊരു ഫൗൾ സ്മെല്ല് അനുഭവപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. നന്നായി വെയിറ്റ് ലോസിനായിട്ടുള്ള സാധ്യതകളുണ്ട്. തടി നമ്മൾ നന്നായിട്ട് കുറയും. പിന്നെ ചിലവർക്ക് നന്നായി വെയിറ്റ് ഗെയിൻ ചെയ്യുകയും ചെയ്യും, അതായത് എഡിമ. നമുക്ക് ഈ ഒരു അസുഖത്തിന്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് അല്ലെങ്കിൽ പ്രശ്നങ്ങൾക്കൊക്കെ സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ലങ് ക്യാൻസർ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ BP വേരിയേഷൻസ് സംഭവിക്കാം. നമ്മുടെ ഓക്സിജൻ ലെവൽ കുറഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. രക്തത്തിലുള്ള ഡിപ്രഷൻ വരാം, മൂഡ് സ്വിങ്സ് വരാം. അതുപോലെ തന്നെ ആങ്കർ, ഭയങ്കര ദേഷ്യം ആവാം. പിന്നെ ആങ്സൈറ്റി പ്രോബ്ലംസും അനുഭവപ്പെടാം. നമ്മൾ ഇനി ഇത് ഹോസ്പിറ്റലുകളിൽ എന്തൊക്കെ ടെസ്റ്റിലൂടെയാണ് ഇത് കണ്ടുപിടിക്കാം എന്ന് നോക്കാം. ഈ ഹോസ്പിറ്റലിൽ ന്യൂമോണിയ ഒക്കെ ആയിട്ട് വരുന്ന പേഷ്യൻസിന് ചെസ്റ്റ് എക്സ്റേ എടുക്കാറുണ്ട്. അങ്ങനെയാണ് ഇത് കൺഫേം ചെയ്യാറ്. പിന്നെ പൾമണോളജിസ്റ്റുകൾ ഒപ്സിമെട്രി, സ്പൈറോമെട്രി എന്നൊക്കെ പറഞ്ഞിട്ട് 2 ടെസ്റ്റുകളുണ്ട്. അത് ചെയ്യിക്കും. അത് ടെസ്റ്റുകളല്ല, നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഒരു ബോൾ ഒരു ഇതിൻ്റെ ഉള്ളിൽ തന്നിട്ട് നമ്മളോട് അത് ബ്ലോ ചെയ്യാൻ പറയും, അത് ഊതാൻ വേണ്ടിയിട്ട് പറയും. അപ്പൊ അങ്ങനെയൊക്കെ ഒബ്സർവ് ചെയ്തിട്ട് അവർ കണ്ടുപിടിക്കും. പിന്നെ നോർമലി നമ്മുടെ CT സ്കാൻ, എക്സ്റേ ഇവയിലൂടെയൊക്കെ കണ്ടുപിടിക്കും. ഇനി നമുക്ക് ഡയറ്റിലേക്ക് കിടക്കാം. ഈ COPDക്ക് ഒരു ആക്ച്വൽ ഡയറ്റ് പാറ്റേൺ ഇല്ല. നമ്മൾ ഫുഡിൽ മോഡിഫിക്കേഷൻസ് വരുത്തുകയാണ് ചെയ്യുക. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം. എഡിമ ഉള്ള ഒരു കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ലോ സോൾട്ട് ആയിരിക്കണം. ഉപ്പിന്റെ ഉപയോഗം നമ്മൾ വളരെ കുറയ്ക്കുക. അതുപോലെ തന്നെ ലോ ഫ്ലൂയിഡ് ആയിരിക്കണം. ജലാംശമൊക്കെ നമ്മൾ കുറച്ചെടുക്കുക. ഒബീസിറ്റി ഉള്ള കണ്ടീഷൻ ആണെങ്കിൽ, ഓവറായിട്ട് ഭയങ്കര വെയിറ്റ് ഉള്ള ഒരാളുടെ അങ്ങനത്തെ ഒരു കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ലോ കാർബ് ഡയറ്റ് എടുക്കുക, ബാലൻസ്ഡ് ഡയറ്റ്, അതുപോലെ മോഡറേറ്റ് ഫൈബർ ഡയറ്റ്, നാര് ഒരു മോഡറേറ്റ് ലെവൽ അടങ്ങിയിട്ടുള്ള ഡയറ്റ് പാറ്റേൺ എടുക്കുക. ലോ ഫാറ്റ്, കൊഴുപ്പ് കുറഞ്ഞ ഡയറ്റ്. പിന്നെ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സും പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സും ഓക്കെയാണ്, അത് പ്രശ്നമില്ല കഴിക്കുന്നതിന്. പക്ഷെ നമ്മൾ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് അവോയ്ഡ് ചെയ്യുക. ഇനി ക്രോണിക് ആയിട്ടുള്ള കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ശ്വാസതടസ്സമൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെ ശ്വാസതടസ്സം അല്ലെങ്കിൽ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്, ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് വരുമ്പോൾ നമുക്ക് ഭക്ഷണമൊക്കെ ചവച്ചരച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനത്തെ സിറ്റുവേഷൻസിൽ സോഫ്റ്റ് ഡയറ്റ് ആണ് എടുക്കുക. പിന്നെ സെമി ലിക്വിഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ഫോമിലുള്ള ഒരു ഡയറ്റ്. പിന്നെ വെയിറ്റ് ലോസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈ പ്രോട്ടീൻ ഡയറ്റ് എടുക്കുക. പ്രോട്ടീൻ നന്നായി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ എപ്പോഴും ഒരു ലോ ഫാറ്റ് അല്ലെങ്കിൽ ലോ കാർബ് ഡയറ്റ് എടുക്കുന്നതാണ് സേഫ് സോൺ എന്ന് പറയുന്നത്. പിന്നെ ആളുടെ കണ്ടീഷൻ അനുസരിച്ച് ലോ ഫ്ലൂയിഡോ ഹൈ ഫ്ലൂയിഡോ ഒക്കെ എടുക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, ദിസ് ഇസ് ഓൺലി ബേസ്ഡ് ഓൺ പേഷ്യൻസ് കണ്ടീഷൻ. നമ്മളെ പേഷ്യന്റിന്റെ കണ്ടീഷൻ എങ്ങനെയാണോ അതിനനുസരിച്ചാണ് ഇതിലൊക്കെ വേരിയേഷൻസ് വരുത്തുക. ഇലക്കറികളൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം എടുക്കാവുന്നതാണ്, ലീഫി വെജിറ്റബിൾസ് ഒക്കെ. ഇതെന്തിനാന്ന് വെച്ചാൽ ഫൈബർ കണ്ടന്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്മോൾ ഫ്രീക്വന്റ് മീൽസ് കഴിക്കുക, കുറച്ച് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുക. 3 നേരം ഭക്ഷണം കഴിക്കുക എന്നുള്ളത് 5 നേരം 6 നേരമൊക്കെ ആക്കിയിട്ട് കൂട്ടിയിട്ട് ഓരോ നേരവും കുറച്ചായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ വെള്ളം ഭക്ഷണത്തിന് 10 മിനിറ്റ് മുൻപോ 10 മിനിറ്റ് ശേഷമോ ആണ് കുടിക്കേണ്ടത്. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. എപ്പോഴും ഒരു ഹെൽത്തി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. പുകവലിക്കുന്നവരാണെങ്കിൽ പുകവലി പാടെ നിർത്തുക, നമ്മൾ ക്വിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആൽക്കഹോൾസും കെഫീൻ എന്ന് പറയുമ്പോൾ ടീ, കോഫി, ഇതൊക്കെ നമ്മൾ ലിമിറ്റ് ചെയ്യുക. തണുപ്പ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. അത് നമുക്ക് കഫക്കെട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുള്ളൂ. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ എപ്പോഴും ഹോട്ട് ഫുഡ്, ചൂടുള്ള ഭക്ഷണം കഴിക്കുന്നതാണ് എപ്പോഴും സേഫ്.
എപ്പോഴും ഒരു ചെറിയ ചൂട് മെയിൻറ്റെയിൻ ചെയ്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ ഈ സിമ്പിൾ ഷുഗേഴ്സ് എപ്പോഴും അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. സിമ്പിൾ ഷുഗേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഡെസേർട്ട്, അതുപോലെ ക്യാൻഡികൾ, അതുപോലെ തന്നെ ചോക്ലേറ്റ്സ്, ഇതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു മോഡറേറ്റ് ലെവലിൽ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ ഒരു നടത്തം, രാവിലെ എണീറ്റ് കുറച്ച് നേരം ഒന്ന് നടക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് COPD ആയിട്ട് ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയി ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എന്നെ വിളിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യാത്തവർ നമ്മളെ പോയിട്ട് ഫോളോ ചെയ്യുക. അതിൽ നമ്മൾ ഇതുപോലെ ഡെയിലി ന്യൂട്രീഷണൽ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. എംഫീസീമയിൽ നിന്ന് സഫർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.